അല്ല, പിന്നെ ജോലിയും കൂലിയും ഇല്ലാത്ത ഭർത്താവിന്റെ അവസ്ഥ. തള്ളി. അമ്മായിയപ്പന്റെ കാശും കണ്ടുകൊണ്ടാണ് ഇതുവരെ കഴിഞ്ഞത്. ആ. കാശിന് പകരം കടമാണ് കിട്ടിയത്, കടം. ഉള്ളത് പറയാലോ സുന്ദരേശ, എൻ്റെ ഇപ്പോഴത്തെ ജോലി വരെ കളഞ്ഞിട്ട് നിൽക്കുക ഞാൻ. അതിൻ്റെ പേരിൽ അവൾക്ക് എന്നോട് സ്നേഹക്കുറവുണ്ടോന്നാ എൻ്റെ സംശയം. അമ്മാവൻ്റെ കാശ് കണ്ടുകൊണ്ട് പുതിയ ചില പദ്ധതികൾ പ്ലാൻ ചെയ്ത് തയ്യാറാക്കി എന്നോട് അവൾക്ക് യാതൊരു ബഹുമാനവും ഇല്ലളിയാ. എടാ അശോക, ഇങ്ങോട്ട് വയ്ക്കാണ്. ഞാൻ ഒരു എഴുത്തുകാരനാണ് എന്ന് വെച്ചാൽ ഒരുപാട് കഥാപാത്രങ്ങളുടെ മനസ്സ് കീറി മുറിച്ച് പരിശോധിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ. ഭാര്യമാരുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ദാണ്ട എൻ്റെ ഈ കൈ കിടക്കണ കരതലാമലകമാണ്. കരതലാമലകം. ആ മലകം വെച്ച് ഞാൻ പറയാണ്, ഭാര്യയുടെ മുമ്പ് ഇല്ലായ്മ കാണിക്കുന്ന ഭർത്താവാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടായി. വെറും മണ്ടനല്ല, മരമണ്ടായി. ഇല്ലായ്മ മനഃപൂർവ്വം പറയണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം കാണുമോ? പക്ഷെ പറയാനൊന്നുമില്ലാത്തവൻ എന്ത് ചെയ്യും? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ചൊറിയും കുത്തി ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഇരിക്കരുത്. ഇങ്ങനെ ചൊറിയും ചിറകും കുത്തി ഇരിക്കാൻ പാടില്ല. ഇതാ നോക്ക്, ഒരു പഴഞ്ചൊല്ലുണ്ട്, ചത്ത് കിടന്നാലും ചമഞ്ഞേ കിടക്കാവൂന്ന്. തന്റെ ഭർത്താവ് മറ്റ് ഭർത്താക്കന്മാരെക്കാളും ഉയർന്നു നിൽക്കണം. അത് ഏതൊരു ഭാര്യമാരുടെയും മൗലിക ആഗ്രഹമാണ്, സ്വപ്നമാണ്. തന്റെ അച്ഛൻ മറ്റേതൊരു അച്ഛനേക്കാളും കിടിലമായിരിക്കണം. അതും മക്കളുടെ സ്വപ്നമാണ്. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നശിപ്പിക്കരുത്. എന്നുവെച്ചാ ഡേ, നീ അഭിനയിക്കണം. ശരിയല്ല. എടാ, ജീവിതത്തില് ഒരു ജോലിയൊക്കെ ഉള്ളതായിട്ട് വെറുതെ അവളെ മുമ്പ് അങ്ങ് നടീരി. അത് എടാ, ഞാൻ പറയണ ആദ്യം നീ കേള്. എടാ, ജോലിക്ക് പോണെന്നും പറഞ്ഞുകൊണ്ട് രാവിലെ നീ വീട്ടിൽ നിന്ന് പെട്ടിയും ഭ്രമണമായിട്ടൊക്കെ ഇറങ്ങണം. വൈകിട്ട് വരെ മറ്റേ പഞ്ചായത്ത് വട്ടിയെ പോലെ അവിടെ എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കണം. എന്നിട്ട് വൈകുന്നേരം വലിയ കമ്പനിയിൽ ജോലി കഴിഞ്ഞിട്ട് വരുന്നതല്ല, തിരിച്ച് വീട്ടിൽ ഒന്ന് കയറണം. അതൊക്കെ മോശമല്ലടാ സുന്ദരേശ. ജന്മസിദ്ധമായ പറ്റിപ്പൊക്കെ നിർത്തി ഡീസൻ്റായിട്ട് ജീവിക്കണമെന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ മായ കെട്ടിയത്. എടാ അശോക, മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടിയിട്ടല്ലേ, സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ നാടകം. മനസ്സിലായില്ലേ? ഈ അഭിനയത്തിലൂടെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയും ശാന്തതയും സന്തോഷവും എല്ലാം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതെല്ലാം ഒരു ചെറിയ ആക്ടിങ്ങിലൂടെ നടക്കും. ആ ഗ്യാപ്പിൽ തന്നെ നിനക്ക് നല്ലൊരു ജോലിയും കണ്ടെത്താൻ പറ്റും. ഏത്? അപ്പൊ ജോലി ഉള്ളതായിട്ട് അഭിനയിച്ച് ഉള്ള മതിപ്പ് ഒന്നുകൂടി കൂട്ടണം. റൈറ്റ്. അത് തന്നെ. എടാ, ഞാൻ ഈ പറയണ സ്ത്രീകളുടെയൊക്കെ മനഃശാസ്ത്രം നീ എഴുതി വെച്ചോ. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ തണ്ടും തടിയും സൗന്ദര്യത്തിലും അല്ല മതിപ്പ് വരണത്. സമൂഹത്തിൽ അവരുടെയൊക്കെ ഇടയിലുള്ള ഒരു സ്ഥാനം, മറ്റുള്ളവരുടെ മുന്നിൽ ഭർത്താക്കന്മാർക്കുള്ള ഒരു അംഗീകാരം. എടാ സുന്ദരേശ, എന്തര്? എനിക്ക് ജോലി കിട്ടിയടാ. എവിടാ? സിറ്റി മാഗ്നറ്റിക് എക്സ്പോർട്ടിംഗ് കമ്പനിയിലെ ജനറൽ മാനേജറായിട്ട്. ഇന്റർനാഷണൽ കമ്പനി, രാജ്യം മുഴുവൻ ബ്രാഞ്ചുകൾ. മാസം എത്ര രൂപ കിട്ടും? ഒരു 30-35,000 രൂപ. പിന്നെ DA, TA, PF ഉൾപ്പെടെ ഒരു 50,000. എല്ലാ രാജ്യങ്ങളിലേക്കും ഫ്രീ പ്ലെയിൻ ടിക്കറ്റ്. അപ്പൊ ഫാമിലി ടൂറും എല്ലാം നടക്കൂ? നടത്താം. വർഷത്തിൽ 5 തവണ. വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ അമേരിക്കയിൽ വെച്ച് നടത്താനുള്ള സൗകര്യം. ശരി, അങ്ങനെ നീ രക്ഷപ്പെട്ടളയാ. മായ വരുമ്പം നീ ഇത് തന്നെ അവിടെയും പറയണം. നേരത്തെ പറഞ്ഞ കമ്പനിയുടെ പേരെന്തര്? സിറ്റി മതി. ആ സാധനത്തിൽ നിനക്ക് ജനറൽ മാനേജറായിട്ട് ജോലി കിട്ടിയെന്ന് പറ. എടാ തള്ളേ, ഒരാൾക്ക് 2 തവണ പ്രാന്ത് പിടിക്കുമെന്ന് ഇപ്പൊ എനിക്ക് പിടികിട്ടി. കഷ്ടം. അപ്പൊ ഈ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് നട, ഇല്ലെങ്കിൽ കുഴി വീണ് ചത്തുപോകും. സുന്ദരേശ പോയ. മായേ, മായേ, മായേ. ആ വരുന്നു. വാ മായേ, ഇങ്ങോട്ടൊന്ന് ഇരിക്കേ. വലിയ സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ദൈവം എന്നെ കൈവിടില്ല മായേ. ഒരു വാതിൽ അടയുമ്പോ മറ്റൊരു വാതിൽ തുറക്കും. എന്തു പറ്റി? ലോട്ടറി അടിച്ചോ? ആ, ലോട്ടറി അടിച്ച പോലെ. എന്താന്ന് വെച്ചാ പറ അശോകേട്ടാ. നിന്റെ അച്ഛനാ പെരട്ട മുതലാളി പോയോ? പോയി. അങ്ങേരെന്തോ പറഞ്ഞത്?
അനന്തമോലാളിയുടെ സ്വത്ത് കണ്ടിട്ടാണ് ഞാൻ നിന്നെ കെട്ടിയതെന്ന്. എനിക്ക് എൻ്റെതായ നിലയുണ്ട്, വിലയുണ്ട്. അശോട്ട കാര്യം എന്ന് വെച്ചാ പറ. പറയാം. എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. എന്ത് ജോലി? എന്ത് ജോലി എന്ന് ചോദിച്ചാൽ ഒരു അമേരിക്കൻ കമ്പനിയിലാണ്. മാസം ചെറിയൊരു തുക ശമ്പളമായിട്ട് കിട്ടും. എത്ര? ഒരു 80,000 രൂപ. 80,000 രൂപയോ? എന്താ വിശ്വാസം വരുന്നില്ലേ? എന്ത് പോസ്റ്റാ? ജനറൽ മാനേജറായിട്ടാണ് പോസ്റ്റിംഗ്. എല്ലാം എൻ്റെ മായയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാ. സത്യം? പക്ഷേ എന്റെ പ്രാർത്ഥനയുടെ റിസൾട്ട് ഇത്ര വേഗത്തിൽ വരുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാം ഒരു സമയമാണ് മായേ. നമ്മുടെ സമയം ഇപ്പൊ തെളിഞ്ഞിരിക്കുക. സംസാരിച്ചിട്ട് സമാധാനം തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ദേ ചേട്ടൻ ഒരു ചായ പോലും തന്നില്ലല്ലോ. ചേട്ടൻ വാ. നാളെ തന്നെ ജോയിൻ ചെയ്യണം. ആദ്യം ചായ കുടിക്കല്, എന്നിട്ട് മതി ജോയിൻ ചെയ്യലൊക്കെ. വന്നേ. നീ ഇതാരെ നോക്കിക്കാമേ? ആ സുമയില്ലേ? ഏത് സുമ? നമ്മുടെ പ്രകാശ് കുമാർ സാറിന്റെ ഭാര്യ. അവര് അങ്ങോട്ടിങ്ങോട്ട് പോകുന്ന കണ്ടു. പോട്ടെ, അതിന് നിനക്കെന്താ? അതല്ല, തിരിച്ചു വരുമ്പോ അവരോട് എനിക്ക് അശോകേട്ടന് ജോലി കിട്ടിയ കാര്യം പറയണം. അതൊന്നും വേണ്ടമായേ. വേണം വേണം വേണം. അവരോട് പറഞ്ഞാലേ ഈ കോളനി മുഴുവൻ അശോകേട്ടന് ജോലി കിട്ടിയ കാര്യം പബ്ലിസിറ്റി ആക്കാൻ പറ്റൂ. വേണ്ട, അതൊക്കെ മോശമാണ്. എന്ത് ജോലി കിട്ടിയ കാര്യോ? അതല്ല, ഇതൊക്കെ നമ്മൾ പറഞ്ഞാണോ എല്ലാരും അറിയേണ്ടത്? നമ്മൾ ആരോടും പറയുന്നില്ലല്ലോ, സുമയോട് മാത്രമല്ലേ പറയുന്നുള്ളൂ. മതിയല്ലോ. പിന്നെ ഇതൊരു ദൂഷ്യമല്ലാത്ത കാര്യമായതുകൊണ്ട് അവരിത് ആരോടും പറയും തോന്നുന്നില്ല. പറഞ്ഞോ പറഞ്ഞോ. അതാ അവര് വരുന്നുണ്ട്. സുമ ചേച്ചി എവിടെ പോയിരുന്നു? ഞാൻ ആ കേണലിന്റെ വീട് വരെ പോയതാ. ഞങ്ങൾക്കൊരു വനിതാ ക്ലബ് ഉണ്ട്, നിരാലംബ. ദേ മായി ഒരു മെമ്പർഷിപ്പ് എടുക്കണം. അതിനെന്താ ചേച്ചി? നിങ്ങൾ സംസാരിച്ചേക്ക്, ഞാൻ ചെടിക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വരാം. ശരി. സുമ ചേച്ചിയുടെ കാർ എവിടെ? കാറ് വർക്ക്ഷോപ്പിലാ. എപ്പോഴും കാറിൽ മാത്രം യാത്ര ചെയ്താൽ ശരിയാവില്ലല്ലോ. വല്ലപ്പോഴും ഒക്കെ അല്പം ഒന്ന് നടക്കുന്നത് ഒരു എക്സസൈസ് അല്ലേ? അതെ അതെ. വീട്ടിലെ ജോലിയും മിക്കവാറും ഞാൻ തന്നെയാ ചെയ്യുന്നത്. ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്തില്ലെങ്കിലേ ദേ ഇതുപോലെ വണ്ണിച്ച് വൃത്തികേടാവും. എനിക്ക് അത്രയ്ക്ക് വണ്ണുണ്ടോ? ആനയ്ക്ക് ആനയുടെ വലുപ്പത്തെക്കുറിച്ച് അറിയില്ലെന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ വണ്ണത്തെക്കുറിച്ച് അറിയില്ലല്ലോ. മായ്ക്കിതേ വണ്ണം വെക്കുന്ന പ്രകൃതവാ, സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഡയബറ്റിക്കും കൊളസ്ട്രോളും തൈറോയിഡും ഒക്കെ വന്നാലേ പിന്നെ നോക്കണ്ട, തീർന്നത് തന്നെ. ഞാൻ ഇതൊക്കെ ഇപ്പോഴേ കെയർ ചെയ്യുന്നുണ്ട്. 40 വയസ്സിനോട് അടുക്കുമ്പോ ശ്രദ്ധിച്ചാ മതിയെന്ന് കരുതിയിട്ടാ ഞാനതൊന്നും കെയർ ചെയ്യാത്തത്. പിന്നെ മായ ഇങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കാതെ ജോലിക്ക് വല്ലതും ശ്രമിച്ചുകൂടായിരുന്നോ? എനിക്കതിന്റെ ആവശ്യമില്ല. അതെന്താ? അശോകേട്ടന് ഒരു അമേരിക്കൻ കമ്പനിയിൽ ജോലി കിട്ടിയല്ലോ. അതെന്നോട് പറഞ്ഞിരുന്നാണല്ലോ. പിന്നെ കാണുന്ന പോലെ അല്ല കേട്ടോ അശോകേട്ടൻ, ഭയങ്കര ബുദ്ധിയാ. 2500 അല്ലല്ല 2800 പേരിൽ ഒരാളെ കമ്പനി തെരഞ്ഞെടുത്തത്. അത് കൊള്ളാലോ. അല്ല, എത്ര രൂപയാ ശമ്പളം എന്ന് പറഞ്ഞത്? ചേച്ചി മറന്നു. 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയോ? അല്ല, സാറിന് എത്ര ശമ്പളം കിട്ടി ചേച്ചി? അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ 1 ലക്ഷത്തിൽ കൂടുമെന്നാ എനിക്ക് തോന്നുന്നത്. അത് കൃത്യമല്ലല്ലോ. അശോകേട്ടന് പക്ഷേ 1 ലക്ഷം രൂപ കൃത്യം കിട്ടും. അശോകേട്ടന്റെ ബ്രെയിനെ അമേരിക്കൻ കമ്പനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടേ. പിന്നെ വിദേശ രാജ്യങ്ങളില് വിദേശ ടൂറുണ്ട്, പിന്നെ സൗജന്യ താമസം, രാവിലത്തെ ബെഡ് കോഫി പോലും കമ്പനി ചെലവല്ലേ എന്റെ സുമി ചേച്ചി. എന്തിനാടി ഇങ്ങനെ നട്ടാ കുരുക്കാത്ത നുണ പറയുന്നത്? 1 ലക്ഷം രൂപ പോലും. ചേച്ചി ഇതൊക്കെ കേട്ട് അമ്പരന്ന് നിക്കാണല്ലേ? ചേച്ചി ആരായാലും അമ്പരന്ന് പോവും. ദേ മായേ, കാര്യമായിട്ട് ചെലവ് ചെയ്യണേ. അത് പിന്നെ പറയണോ ചേച്ചി? പിന്നെ ഇവിടെ വെച്ച് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇറങ്ങട്ടെ? ആയിക്കോട്ടെ ചേച്ചി. ശരി, ബൈ. പ്രൊബേഷൻ പീരീഡ് വെറും 24 ദിവസം. അത് കഴിഞ്ഞാൽ സ്ഥിരപ്പെടുത്തും. അതും നമ്മൾ പറയുന്ന സ്ഥലത്ത്. നമുക്ക് തലസ്ഥാനത്ത് തന്നെ മതി ജോലി. ഇവിടെ താമസമാക്കിയതിന് ശേഷമല്ലേ ഇത്രയും വലിയൊരു ജോലി ഏട്ടന് കിട്ടിയത്? അതെ അതെ അതെ. ഇത്രയും ശമ്പളം അമേരിക്കക്കാർക്ക് പോലും കിട്ടില്ലെന്നാ ഞാൻ അറിഞ്ഞത്.
നീ അമ്പലത്തിൽ പോകുന്നത് കൊള്ളാം, നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. കൊള്ളാം. ഞാൻ ഏതെല്ലാം ക്ഷേത്രങ്ങളില് ഇതിനോടകം വഴിപാട് നടന്നെന്നറിയോ? കുളത്തെങ്കിൽ ക്ഷേത്രത്തില് ഒരു നിലവിളക്ക്, ആറ്റുകാലമ്മയ്ക്ക് തങ്കമാല, പാറയ്ക്കൽ തമ്പുരാന് സ്വർണ്ണത്താള. പൊട്ടു മതിയായിരുന്നു. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വിലയെന്നറിയോ? അതൊന്നും സാരമില്ല. ഇത്രയും ശമ്പളമുള്ള ഒരു ജോലി കിട്ടിയപ്പോ അതിലൊരു വിഹിതം ഭഗവാൻമാർക്ക് പങ്കുവെക്കണ്ടേ? ആ അത് വേണം, അത് വേണം. ദേ, രാഹുകാലത്തിനും വേട്ടൻ ഇറങ്ങിക്കണം. ഉം. ആ, ആഹാരമൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പാല് കാച്ചിയത് ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട്. ആ. ഇതൊക്കെ കഴിച്ചിട്ടേ പോവൂ. ഓ ശരി. ഞാൻ പോട്ടെ. ആ. നീ പറഞ്ഞത് 100% കറക്റ്റാ. പിന്നല്ലേ മായയ്ക്ക് ഇപ്പൊ പഴയ നീരസമൊക്കെ മാറി. തന്നെ ഇപ്പൊ എന്നോട് ഭയങ്കര സ്നേഹ, അനുസരണയും ബഹുമാനവും ഒക്കെ കൂടിയളിയാ. കൂടും. അതാണ് പെണ്ണ്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മുമ്പിൽ ഒരു കമാൻഡറുടെ സ്ഥാനം കിട്ടണമെങ്കിൽ അവൻ ഉദ്യോഗപരമായിട്ടും ധനപരമായിട്ടും ഉന്നതനായിരിക്കണം. അതാണ് ലോക തത്വം. പുതിയൊരു ജോലി കിട്ടി നിറഞ്ഞപ്പോ മുതൽ അവളെന്നെ സ്നേഹം കൊണ്ടങ്ങ് മൂടുവാ. തന്നെ ഇപ്പൊ അവള് ക്ഷേത്രത്തിൽ പറഞ്ഞപ്പോ ഭയങ്കര സ്നേഹത്തോടെ പറയാ. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വെച്ചിട്ടുണ്ട്, പാല് തിളപ്പിച്ചത് ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട്, ഉച്ചത്തേക്കുള്ളത് ഹോട്ട് ക്യാരിയർ വെച്ചിട്ടുണ്ട്, സമയത്തിനടുത്ത് കഴിച്ചോണേന്നൊക്കെ. സത്യം പറയാലോ, ഇത്രയും സ്നേഹത്തോടെ അവൾ ഒരിക്കലും എന്നോട് പെരുമാറിയിട്ടില്ല. അളിയ, ജീവിതം എന്ന് പറയണത് ഒരഭിനയമാണ്. എത്രത്തോളം ഭംഗിയായിട്ട് നമ്മളത് നിർവഹിക്കുന്നു അത്രത്തോളം സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. പക്ഷേ ചില അഭിനേതാക്കളുടെ ജീവിതം ട്രാജഡിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എടാ, അത് ജീവിതത്തിൽ അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടാണ്. അപ്പോ ഞാൻ നന്നായിട്ട് അഭിനയിച്ചു അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കുറിച്ച് മതിപ്പ് തോന്നണമെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില പ്രശ്ന വേഷമൊക്കെ കെട്ടണം. ഉദാഹരണത്തിന്, നിന്റെ അമ്മായിയപ്പൻ കടത്തിന്റെ കയത്തിൽ മുങ്ങി താന്നുകൊണ്ടിരുന്നപ്പോഴല്ലേ നിനക്ക് അപ്പൻ കൊച്ചിനെ കെട്ടിച്ചേർന്നത്. അപ്പോഴുവരെ നീ പോലും വിചാരിച്ചില്ലേ അനന്തം മുതലാളി ഒരു സിംഗോണെന്ന്? വിചാരിച്ചു. അപ്പോ അനന്തം മുതലാളി മരുമോനായ നിന്റെ മുമ്പില് ഒരു പ്രശ്നവേഷം കെട്ടിയല്ലായിരുന്ന നീ അത് ഒറിജിനലായിരിക്കും എന്ന് വിചാരിക്കുകയും ചെയ്ത്. അതെ, നീ പറഞ്ഞ വളരെ കറക്റ്റാ. ഏതായാലും വേഷം കിട്ടി. കുറച്ചു നാൾ ഈ വേഷത്തിൽ തന്നെ പോയില്ലെങ്കിൽ അവള് ചിലപ്പോ ജീവിതത്തിൽ തന്നെ എന്നെ ഗെറ്റൗട്ട് അടിച്ചു. അയ്യോ, അത് പാടില്ല. അതുകൊണ്ട് കുറച്ചാൾ വരെ നീ അഭിനയം അങ്ങ് തുടരണം. അതെ, ഞാൻ ആദ്യം അവക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. വേണം വേണം വേണം, ചെയ്. നമ്മളും അങ്ങോട്ട് ചില സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തണമല്ലോ. തീർച്ചയായിട്ടും വേണം. ഹലോ മോളൊന്നു വിളി. മോളു. ആ, മോളിപ്പോ ഏത് അമ്പലത്തിലാണ്? അത് ശരി, നല്ലോണം പ്രാർത്ഥിക്കണേ. പിന്നെ ശിവൻകോലിൽ കൂടെ ഒന്ന് കയറണം. വിളിച്ചാ വെളിപ്പുറത്താണെന്നാ പറയുന്നത്. ആ ശരി മോളെ. ഉമ്മ. ഓക്കെ മോളെ, ടേക്ക് കെയർ. എങ്ങനെയുണ്ട് എന്റെ അഭിനയം? അമ്മണ, നീ പുലിയല്ല ഏട്ടാ, ചെങ്കിരിയാണ്, ചെങ്കിരി. ഇത്തവണത്തെ ഫ്രാഡിനുള്ള അവാർഡ് നിനക്ക് തന്നെ. അല്ല, ഫാൽക്കെ അവാർഡ്. ആ ഹലോ മായ, ഞാൻ ജോയിൻ ചെയ്തു കേട്ടോ. ഒരു ബ്രാഞ്ചിന്റെ മാനേജറാ ഞാൻ. AC ക്യാബിനാണേ. പിന്നെ ഇഷ്ടമുള്ള കാർ എനിക്ക് ഉപയോഗിക്കാം. എല്ലാം കമ്പനി വക. നീ ഇപ്പൊ അമ്പലത്തിലാണോ വീട്ടിലാണോ? ഓ അത് ശരി, അതാ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് ആരും എടുക്കാത്തത്. വൈകിട്ട് കാണാം. ശരി മോളെ, ടേക്ക് കെയർ, ബൈ. ഈശ്വര, അവൾ അമ്പലത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് മുങ്ങണമല്ലോ. അശോകേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു പുതിയ ജോലി? ഒറ്റ വാക്കി പറഞ്ഞ അടിപൊളി. ഇങ്ങോട്ടാ. എല്ലാം എന്റെ മായയുടെ ഭാഗ്യമല്ലേ. ഞാൻ ചായ എടുത്തിട്ട് വരാം. സന്തുഷ്ടമായ കുടുംബജീവിതത്തിന് ഇത്തരം ചില കള്ളങ്ങൾ ഉപകാരപ്പെടുമെങ്കിൽ അത് തെറ്റെന്ന് പറയാനാവില്ല. ചെറിയൊരു സെറ്റപ്പ് ആകുന്നതുവരെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ. അശോകേട്ടാ, ചായ. ഓഫീസിൽ എങ്ങനെ ഷിഫ്റ്റ് ആണോ? ആകെ 6 മണിക്കൂർ ജോലി, അതും ആഴ്ചയിൽ 5 ദിവസം. അതിനിടയിൽ തന്നെ എന്റർടൈൻമെന്റിനുള്ള സൗകര്യങ്ങളും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഓരോരുത്തരുടെ വ്യക്തിത്വവും കഴിവും ആശ്രയിച്ചാണ് ജോലി തരിക. 6 മണിക്കൂർ ചെയ്യേണ്ട ജോലി ഞാൻ ഇന്ന് വെറും 1.5 മണിക്കൂർ കൊണ്ട് തീർത്തു. അത് കഴിഞ്ഞാൽ നമുക്ക് വിശ്രമിക്കാം.
പിന്നെ പാട്ട് പാടാൻ താല്പര്യമുള്ളവർക്ക് പാട്ട് പാടാം, നൃത്തം ചെയ്യാം. ഓഫീസിലിരുന്നോ? ആ എന്നുവെച്ചാ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആ, യോഗ, നീന്തൽ, സ്പോർട്സിൽ താല്പര്യമുള്ളവർക്ക് അങ്ങനെ. ആഹാ. നമുക്കറിയുന്ന സെറ്റപ്പേ അല്ല, മൾട്ടിനാഷണൽ കമ്പനി അല്ലേ. നമുക്ക് തരുന്ന പ്രോജക്റ്റ് നിശ്ചിത ദിവസത്തിനുള്ളിൽ തീർത്തു കൊടുക്കും. ആ. എനിക്കത് നിസ്സാരം. കേട്ടിട്ട് എനിക്ക് അതിശയം തോന്നുന്നു. മൾട്ടിനാഷണൽ കമ്പനി അല്ലേ, ഫെസ്റ്റിവൽ അലവൻസ് തന്നെ നല്ലൊരു തുക ആ. കിട്ടും. ഇവിടുത്തെ സർക്കാർ ഓഫീസില് ഈ ഓണത്തിന് മാത്രമല്ലേ ഉള്ളൂ ബോണസ്. അവിടെ ഡെയിലി ബോണസ് കിട്ടോ? ഡെയിലി കിട്ടൂല, എങ്കിലും ഒരു 3 മാസം കൂടുമ്പോ ബോണസ് കിട്ടും. ഇവിടെ ഈ വിഷു, ദീപാവലി, ഓണം, അതുപോലെ അവിടെയും അമേരിക്കയിലും ഉണ്ട് ആഘോഷങ്ങൾ. ശ്ശോ, ഏതായാലും നമ്മുടെ ഭാഗ്യം ഇത്. നമ്മുടെ അല്ല, എന്റെ മായയുടെ ഭാഗ്യം. ആ, ഞാൻ ഈ സന്തോഷം എല്ലാരും ഒന്ന് വിളിച്ചറിയിക്കട്ടെ. ആ ഫോണം താ. വേണോ അത്? വേണം വേണം. ശ്ശേ, ഇതൊക്കെ നിസ്സാര കാര്യല്ലേ. താ. ആ, ഹലോ. ആ, ചേച്ചിയാ? ആ, ഇത് ഞാനാ, മായ. അതെ അതെ, വെറുതെ വിളിച്ചതാ. ആ പിന്നെ അശോകേട്ടന് ഒരു അമേരിക്കൻ കമ്പനിയിൽ ജോലി കിട്ടി. 1,00,000 രൂപ ശമ്പളം കിട്ടും. ആ പിന്നെ ചെലവ് ചെയ്യാം. ചെയ്യാം ചേച്ചി. ചേച്ചി പറഞ്ഞു. എവിടെ? ആ ആ ആ, ഓക്കെ ഓക്കെ, സമ്മതിച്ചു. ശരി, വെച്ചേക്കട്ടെ. ആ 1,00,000 എന്ന് പറയണ്ടായിരുന്നു. ഒരു വെയിറ്റിന് ഇരിക്കട്ടെ അശോകേട്ടാ. 1,00,000 രൂപ എന്ന് കേട്ടപ്പോ ആ ഒരു വണ്ടർ അടിച്ചു കാണും. ആ അതൊക്കെ പോട്ടെ, ഒരു 3,000 രൂപ ഇങ്ങട്. 3,000 രൂപയോ? എന്തിന്? എന്തിനെന്നോ? പാർട്ടി നടത്താൻ. അശോകേട്ടന് ജോലി കിട്ടിയതിന് ചെലവ് ചെയ്യണ്ടേ? അത് വേണോ? വേണം 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 വേണം. ആ, അങ്ങനെയാണെങ്കിൽ പാർട്ടിയും കമ്പനി ചെലവ് തന്നെ ആയിക്കോട്ടെ. ആ. കമ്പനിയിൽ ഈ എന്റർടൈൻമെന്റ് ഫണ്ട് ഉണ്ടേ, ആ. അതിൽ നിന്നും വിഡ്രോ ചെയ്യാം. ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഈശ്വര, 3,000 രൂപയോ? 3,000 രൂപ ഉണ്ടെങ്കിൽ 3 കൊല്ലം ഞാൻ ജീവിക്കും. അയ്യോ, ഇതാര് CK സാറാ? സാർ ഇപ്പൊ എവിടെയാണ്? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു, 2-3 ദിവസം ഒരിടത്തും കണ്ടില്ല. അത് എനിക്ക് 2 ദിവസത്തെ ഒരു യാത്ര ഉണ്ടായിരുന്നു. ഓ. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് പ്രകാശ് സാറിനെ ഒന്ന് കാണണം. ഈ കോളനിയെ കുറിച്ചുള്ള ഒരു കഥ സീരിയലാക്കുമ്പോ അത് സംയാനം ചെയ്യാൻ മനസ്സിൽ കണ്ട ആളാരാണെന്ന് അറിയാ? എന്തോന്ന് സംയാനം? സംയാനം എന്ന് പറഞ്ഞാൽ മറ്റേ ഇടയ്ക്ക് ഒരു ആക്ഷൻ കട്ടെന്നൊക്കെ പറയണ ഓ, ഡയറക്ഷൻ. അതാരാണെന്ന് അറിയാ? പ്രകാശ് സാറേ. അയ്യോ, അതെന്തായാലും നന്നായി. പിന്നെ ഞാൻ വീട്ടിലോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയാണ്. അയ്യോ, സാർ 2-3 ദിവസം കഴിഞ്ഞല്ലേ വരൂ. എന്ത്? പിന്നെ എനിക്ക് സാറിനെ കണ്ട് ഒരു അത്യാവശ്യ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇനിയിപ്പോ ആരുടെ ചോദിക്കാൻ? ആ CK സാർ, കാര്യം പറ. നിന്റെ ഉണ്ടാ? എന്തോന്ന്? വേറൊന്നുമല്ല, 3,000 രൂപ വളരെ അത്യാവശ്യമാണ്. 3,000 രൂപ? ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ച് താ. 3,000 രൂപ എന്ന് പറയുമ്പോ CK സാർ വാ, ചേച്ചിയുടെ കൈ കാണും, ഞാൻ വാങ്ങിച്ചു തരാം. വാടാണീച്ച്. എന്ത്? ഇവിടെ സാറില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇവിടെ നിന്ന് കായളി ചോദിക്കാം. ഞാൻ എന്ത്? ഞാൻ ഇവിടെ അയക്കാം, നീ പോയി വാങ്ങിച്ചോണ്ട് വാ. അടുത്ത ആഴ്ച കൊടുക്കാന്ന് പറയടേ. ഓക്കെ, 3,000 രൂപ ഉണ്ട്. ചിതുമ്പല്ലേ, എണ്ണി നോക്ക്. 500 നോട്ടാണേ. ഉണ്ടല്ല? ആ ശരി ശരി. പിന്നില്ല, പിടിക്കല്ലേ, എന്നെയോ. 3,000 രൂപ ഉണ്ട്. 10 രൂപ പലിശക്ക് ഞാൻ എടുത്തോണ്ട് വന്നേണ്. എന്നാലും വേണ്ടില്ല, ഭാര്യയുടെ മുമ്പ് എന്റെ അഭിമാനം രക്ഷിക്കാല്ലേ. അവള് പെട്ടെന്ന് കയറി പാർട്ടിക്ക് ഓർഡർ ചെയ്ത് ഞാൻ വിചാരിച്ചു 3,000 രൂപയെ പാർട്ടിക്ക്. ഏതായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പെണ്ണുങ്ങളുടെ ഇടയില് നിന്റെ ഭാര്യ ഒന്ന് ഷൈൻ ചെയ്യട്ടെ. നീ നിന്റെ ഭാര്യയുടെ മുമ്പ് ഷൈൻ ചെയ്യണോല്ലേ. പിന്നെ കാശ് 1 മാസത്തെ അവധിക്കാണ് ഞാൻ വാങ്ങിച്ചത്. ആ ബ്ലൈഡ് മുത്തപ്പ ആളാലുമ്പാണ്, അറിയാല്. മുതല് കൊടുത്തില്ലെങ്കിലും പലിശ നീ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. പലിശ ഞാൻ കൊടുക്കും. അപ്പൊ മുതല് കൊടുക്കൂലി? മുതലും കൊടുക്കും, കിട്ടും. അത് മതി. മായേ, ദാ നീ പറഞ്ഞ 3,000 രൂപ. ഞാനിത് ഞായറാഴ്ച പ്രതീക്ഷിച്ചത്. 3,000 രൂപ ചോദിച്ചപ്പോ MD വഴക്ക് പറഞ്ഞു. കാശ് വെച്ച് ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല, ഇത്ര നിസ്സാര കണക്കുകളൊന്നും അവിടെ ഇല്ല. 10,000 രൂപ ചോദിച്ചുവിടുന്നായി MD. ഞാൻ പറഞ്ഞു വേണ്ട സാർ, 3,000 മതിയെന്ന്.
അപ്പോ ബാക്കി 7,000 കൂടി നാളെ തന്നെ എടുക്കണം. ഒരു പുതിയ സാരി കമ്പനിയുടെ പൈസ കൊണ്ട് തന്നെ വാങ്ങാലോ. ഇനിയിപ്പം മാസം അവസാനം വാങ്ങിക്കാം. എം.ഡി പറഞ്ഞതല്ലേ 10,000 രൂപ കൊണ്ടുപോവാൻ. എന്തായാലും ബാക്കിയൂടെ വാങ്ങണം. നിസ്സാര തുകയുടെ ആവശ്യക്കാരനെ നമ്മളത് കമ്പനി ഒന്ന് അറിയട്ടെ. ഇവളെന്നെയും കൊണ്ടേ പോവും. അശോട്ടാ, ബാഗ് എടുത്തില്ല. ആ ബാഗിന്റെ കാര്യം മറന്നുപോയി. ആ നമസ്കാരം സാറേ. നമസ്കാരം. എന്താ പാലപ്പ പ്രവർത്തകരൊക്കെ ആയിട്ട്? അയ്യോ ഇവര് വേറെ ഞാൻ വേറെ. വന്നപ്പോ എല്ലാരും കൂടെ അങ്ങ് ഒരുമിച്ചായിപ്പോയി. ഞാൻ അശോക് സാറിനെ കണ്ട് അനുശോചനം അറിയിക്കാൻ വന്നേ. അനുശോചനം? ആ അയ്യോ അല്ല അനുമോദനം. നിങ്ങളോ? സാറേ ഞങ്ങൾ തമ്പുരാമുക്കിലെ വായനശാലയിലെ പിരിവാരാ. അല്ല എന്റെ അനുമോദനം എന്തിനാണെന്ന് ചോദിച്ചില്ലല്ലോ. എന്തിനാ? അശോക് സാറിന് 1,00,000 രൂപ മാസ ശമ്പളം ഉള്ളൊരു ജോലി കിട്ടിയില്ലേ അതിന്. 1,00,000 രൂപയൊന്നുമില്ല. ആര് പറഞ്ഞു? ബാലപ്പൻ പറഞ്ഞത് നേരാ. അശോകേട്ടന് ഒരു അമേരിക്കൻ കമ്പനി ജോലി കിട്ടി. ശമ്പളം 1,00,000 രൂപ. ഈ കോളനിയില് 1,00,000 രൂപ ശമ്പളം വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? അതില്ല. ദേ CA പ്രകാശ് കുമാറിനെയാണ് ഇവിടുത്തെ വലിയ ഉദ്യോഗസ്ഥനെന്നും പറഞ്ഞ് കോളനിക്കാര് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. കഷ്ടം. ഒരു സർക്കിള് വാങ്ങുന്ന ശമ്പളം എത്രയാന്നൊക്കെ എനിക്കറിയാം. കിമ്പളം എല്ലാം കൂടെ കൂട്ടി നോക്കിയാലും കൂടിപ്പോയ 20,000 രൂപ. നീ ഇത് നാട് മുഴുവൻ അറിയിക്കണ്ട. അറിയണ്ടേ എന്റെ അശോട്ടാ. സാർ അപ്പൊ ഒരു 20,000 രൂപയുടെ റെസിപ്റ്റ് എഴുതിക്കോട്ടെ. 20,000 രൂപയോ? വായനശാലയുടെ കാര്യമില്ല സാർ. ഒരു കാര്യം ചെയ്യ്, ഒരു 10 രൂപ എഴുതിക്കോ. 10,000 എങ്കിൽ 10,000. അതല്ല, വെറും 10 രൂപ. അയ്യേ അശ്ശേ, ഒരു കാര്യം ചെയ്യ്, 5,000 എഴുതിക്കോ. ആ, മായ, അത് നീ തന്നെ, ചുമ്മാ അത് വെറുതെ 1,00,000 രൂപ ശമ്പളം വാങ്ങുന്ന ആളല്ലേ, എങ്ങനെയാ സാറേ 10 രൂപ എഴുതാൻ പറയാൻ തോന്നുന്നത്? ഡേ ഇപ്പൊ ജോലി കേറിയല്ലേ ഉള്ളൂ. ലക്ഷങ്ങൾ കൈ വരുമ്പോ സാറ് വാരിക്കോരി ചെലവായിക്കോളൂ അല്ലേ അശോക് സാറേ? അങ്ങനെ തന്നെ. അടുത്ത വർഷം 50,000 രൂപ മുടക്കി ഒരു പുതിയ വായനശാല ഞങ്ങൾ മായ, നീ പണിതു. ചുമ്മാ നിങ്ങൾ പോയിക്കോ. കാശ് ഞാൻ നാളെ വൈകിട്ട് അമ്പലത്തിൽ വരുമ്പോ തന്നോളാം. ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ആ, ഇങ്ങോട്ട് തന്നെ.